ഇന്ന് ഒരു പുതിയ ഒരു വ്ളോഗായിട്ട് ആരദിനുബിൻ ഫാമിലി വ്ളോഗ് എത്തിയിരിക്കുകയാണ്. ഈ ഗ്രീന് ബദാമിന്റെ പിസ്ത. ഓക്കെ, ബദാമിന്റെ പിസ്ത, ബനാന, പിസ്ത ഡ്രൈ ഫ്രൂട്ട്, ഹണി ഡ്രൈ ഫ്രൂട്ട്, ഇത് അനാറിന്റെ ഡ്രൈ ഫ്രൂട്ട്, അനാറിന്റെ ഡ്രൈ ഫ്രൂട്ട്, പിന്നെ അത്തിപ്പഴത്തിന്റെ ഉണ്ട്, ഐസ്ക്രീമിന്റെ ടേസ്റ്റ് വരുന്നത്. ഇപ്പോൾ പിന്നെ ഞങ്ങളുള്ളത് SM സ്ട്രീറ്റിലാണ്. SM സ്ട്രീറ്റിലെ ശങ്കരൻസ് ബേക്കറി. അതായത് ശങ്കരൻസ് ബേക്കറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള കോഴിക്കോടുള്ള അതായത് SM സ്ട്രീറ്റിലുള്ള ഏറ്റവും പഴക്കമുള്ള ബേക്കറിയാണ്. പിന്നെ ഇവിടെയൊക്കെ ബേക്കറികളുടെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ധാരാളം ഹൽവ കിട്ടുന്ന ബേക്കറികളാണ്. അപ്പം ബേക്കറിന്റെ കൂടുതൽ ദൃശ്യങ്ങളും വിവരങ്ങളും ഒക്കെ നോക്കാം. ഒരുപാട് സ്നാക്സ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം എന്തൊക്കെയാണെന്ന് നോക്കാം. 40ഓളം ഹൽവകൾ ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഈ കോവിഡ് സാഹചര്യം ആയതുകൊണ്ട് അതിന്റെ എണ്ണത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമുണ്ട്. പക്ഷെ നമ്മൾ ഇതാ കണ്ടോ, പിന്നെ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഒരു 1933 ശങ്കരേട്ടൻ തുടങ്ങിയ സംരംഭമാണ്. ഇന്നും ശങ്കരേട്ടൻ എങ്ങനെ തുടങ്ങിച്ചത് ആ രീതിയിൽ ബിസിനസ് എപ്പോഴും കൊണ്ടുവന്നത്. ഇപ്പോഴും ചേരി ചിരട്ടി EM ബുഷ് ടെമ്പിളാണ് ഇപ്പോഴും നമ്മൾ അലോ ചെയ്യുന്നത്. ഇത് ഏത് ടൈപ്പ്? നോർമൽ റെഡ് ഹൽവ, പൈനാപ്പിള്, അറേബ്യൻ ബ്ലാക്ക്. ഓക്കെ, ഗ്രേപ്പ്, പിന്നെ ബദാമിന്റെ പിസ്ത. ഇതങ്ങോട്ട് മാറ്റാൻ പറ്റില്ലല്ലേ? ഈ ഗ്രീന് ബദാമിന്റെ പിസ്ത. ഓക്കെ, ബദാമിന്റെ പിസ്ത, ബനാന, ഇത് കരിക്കിന്റെ ബനാനന്റെ ഒന്ന് ടേസ്റ്റ് ചെയ്യാം അല്ലേ? കുഴപ്പമില്ല. ഇത് ബനാന അല്ലേ? ഒന്ന് ബനാന നല്ല ഭയങ്കര റേറ്റ്, പക്ഷെ ഒരുപാട് പിന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹൽവ, ഭയങ്കര സോഫ്റ്റ് ആണ്. ബനാനേന്റെ ഹൽവ സാധാരണ നമ്മൾ കഴിക്കുന്ന റെഡ് ഹൽവേനേക്കാളൊക്കെ സോഫ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് കരിക്കിന്റെ ഒരു ചെറിയ ആ ഒരു കരിക്കിന്റെ ഒരു ടേസ്റ്റ് കിട്ടാണ്ട്. പിന്നെ ഒരു വെറൈറ്റിയാണ്, നല്ല ഒരു തണ്ണിമത്തന്റെ ഒരു പിന്നെ ഹൽവ, നല്ല കളർഫുൾ ആണ്. പിന്നെ ഈ മുകളിൽ കാണുന്ന ഗ്രീൻ പിസ്ത ഡ്രൈ ഫ്രൂട്ട്, ഹണി ഡ്രൈ ഫ്രൂട്ട്, അനാറിന്റെ ഡ്രൈ ഫ്രൂട്ട്, ഇത് ഗോതമ്പ്. ഓക്കെ, ഗോതമ്പ്, പിന്നെ അത്തിപ്പഴത്തിന്റെ ഉണ്ട്. ഗോതമ്പിന് ശേഷം കാണുന്നത് അത്തിപ്പഴത്തിന്റെ ആണ്. അപ്പൊ ഈ ഇത്രയും ടൈപ്പ് ഹലുവകൾ ഇങ്ങോട്ട് നീക്കും. ഇത്രയും ടൈപ്പ് ഹലുവകളുടെ ഇത് പറയുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ SM സ്ട്രീറ്റിൽ മാത്രമേ ഇത്രയും ടൈപ്പ് ഹലുവകൾ കാണാൻ തന്നെ കിട്ടുള്ളൂ. അപ്പൊ ഇതേതാ? അത് ബ്ലാക്ക് അരിപ്പൊടി ചെയ്യുന്നതാണ്. ഗീ ഒക്കെ കാഷ്യൂ ഒക്കെ ചെയ്തത്. അരിപ്പൊടി, സാധാരണ അരിപ്പൊടിയിൽ ചെയ്യുന്ന ബ്ലാക്ക്. അതുപോലെ ഇത് ഓറഞ്ച് കളറിലെ അത് ബദാം. ഇപ്പുറത്ത് എള്ള്, പിസ്ത ഒക്കെ ആഡ് ചെയ്ത് വരുന്നത്. പിസ്ത ഒക്കെ ആഡ് ചെയ്ത് വരുന്ന പച്ച. ഇത് സാധാരണ പച്ച ഹലുവയല്ലേ? അല്ല, സാധാരണ ഇതിന്റെ ഒരൊറ്റ കളറുള്ളൂ. ഇതിന്റെ 3-4 കളർ ഉണ്ട്. പക്ഷെ നമ്മളെടുത്ത് ഇത് ഒരൊറ്റ കളറുള്ളൂ, സാധാ റെഡ് ഹൽവ. അതിന്റെ തന്നെ വെളിച്ചെണ്ണ ചെയ്യുന്നത് തന്നെയാണ് പിസ്തന്റെ. ഇതിന്റെ തേങ്ങ കൊപ്ര, ആ റെഡ്, അത് തേങ്ങ കൊപ്രന്റെ. അതിന്റെ മുകളിൽ തന്നെ കൊപ്ര കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പഴത്തേത് അത് ഓറഞ്ച് ഓറഞ്ച് കളർ അല്ല, ഫ്ലേവർ ആണ്. കളറ് എസൻസ് അങ്ങനത്തെ ഒരു പരിപാടി. ഇത് സ്ട്രോബെറിന്റെ തന്നെ. സ്ട്രോബെറിന്റെ സ്ട്രോബെറിന്റെ ഹൽവന്റെ പ്രത്യേകത എനിക്ക് തോന്നിയത്, സ്ട്രോബെറിന്റെ ഹൽവന്റെ പ്രത്യേകത നേരത്തെ കരിക്കും അത് ഇതൊക്കെ ടേസ്റ്റ് ചെയ്യുന്ന വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ സ്ട്രോബെറിന്റെ നല്ല ടേസ്റ്റ് കിട്ടാണ്ട്, കൂടുതലായിട്ടും സ്ട്രോബെറിന്റെ നല്ല ടേസ്റ്റ് കിട്ടാണ്ട്. അതായത് ഈ കഴിച്ച ഹൽവകളിൽ ഏറ്റവും ഭംഗിയായിട്ട് ആ ഓൺ ടേസ്റ്റ് കിട്ടുന്ന ഒരു ഐറ്റം ആണ് സ്ട്രോബെറിന്റെ. അടുത്തത് ഏതാ? ഡേറ്റ്സിന്റെ ഈ ഗ്രീന്, അത് ഐസ്ക്രീമിന്റെ ടേസ്റ്റ് വരുന്നത്. ഗ്രീനോ? ഒന്ന് ഐസ്ക്രീം ഏത്? അങ്ങനെ അത് വാനില ഐസ്ക്രീം ആണ്, പക്ഷെ അതിൽ പിസ്ത ആഡ് ചെയ്യുന്നതാണ്. ഓക്കെ, പിന്നെ അതിന്റെ തൊട്ടപ്പുറത്തുള്ളത് കോഫി. കോഫി ഒന്ന് കോഫി
പിന്നെ ഇതിലോട്ട് നീട്ടുന്നതായിരിക്കും നല്ലത്. ആ ഇട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഈ കോഫീൻ്റെ നല്ല ഒരു ടേസ്റ്റ് വരുന്ന ഒരു ഹൽവയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു കോഫി ബൈറ്റ് പോലെ, അതായത് നമ്മൾ സാധാരണ ഈ കഴിക്കുന്ന മിഠായികളുടെ ഒക്കെ ഒരു ടൈപ്പ് ടേസ്റ്റ് വരുന്ന അങ്ങനെ ഒരു ഹലുവ എന്നുള്ളതിനേക്കാളും കൂടുതൽ പിന്നെ കോഫി ബൈറ്റിൻ്റെ നല്ല ടേസ്റ്റ് വരുന്നൊരു ഐറ്റമാണ് കോഫി. ഇപ്പുറത്ത് നല്ല ഒരു ചക്ക. ഓക്കെ, ചക്കൻ്റെ ഹൽവ ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പം ചക്ക, അതായത് ഒരു ബേബി പിങ്ക് കളറിൽ, അല്ല ബേബി യെല്ലോ കളറിൽ വരുന്ന ഒരു നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള, ഞാൻ പിന്നെ നേരത്തെയും ടേസ്റ്റ് ചെയ്തിട്ടുള്ള ഹൽവയാണ്. ഈ ഓറഞ്ച്, അത് ഓറഞ്ച് ഗീയാണ്, പ്യൂർ ഗീല് ചെയ്യുന്നത്. ഓക്കെ, ഇത് അത് ഈ ഗ്രീൻ ചില്ലി. ആ, ഗ്രീൻ ചില്ലിയാണ്. പിന്നെ വേറൊരു പ്രത്യേകത, ഈ അസം സ്ട്രീറ്റിൽ ഭയങ്കരമായിട്ട് വൈറലായിട്ടുള്ള ഒരുപാട് ആളുകൾ അന്വേഷിച്ച് വരുന്ന ഹലുവേൻ്റെ കൂട്ടത്തിലുള്ളതാണ് പിന്നെ ഗ്രീൻ ചില്ലി. പച്ചമുളകിൻ്റെ, നല്ല പച്ചമുളകിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും, മധുരം ഉണ്ടാവും. ഇത് നമ്മൾ കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കും ഈ പച്ചമുളകിൻ്റെ ടേസ്റ്റ് നമുക്ക് ശരിക്കും വായിൽ കിട്ടുന്നത്. ഒരുപാട് ആളുകൾ വാങ്ങുന്ന, അന്വേഷിച്ച് വരുന്ന, ഒരുപാട് പേര് അന്വേഷിക്കുന്ന ഹലുവകളിൽ ഒന്നാണ്. പണ്ട് ചുവപ്പും കറുപ്പും പച്ചയും ഹലുവകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ 2000 കാലഘട്ടത്തിൽ ഇങ്ങോട്ടേക്കാണ് ശരിക്കും ഈ വെറൈറ്റീസ് ഹലുവക്ക് വെറൈറ്റീസ് വരാൻ തുടങ്ങിയത്. കോഴിക്കോടൻ ഹലുവകളുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഏത് നാട്ടിലുള്ള ആളുകളും പിന്നെ കോഴിക്കോടാണ് എന്ന് പറയുമ്പോൾ നമ്മളോട് അന്വേഷിക്കുന്ന ആദ്യത്തെ ഒരു സാധനം എന്ന് പറയുന്നത് ഹലുവ. ഇപ്പം ഏത് ടൈപ്പിലുള്ള ആളുകൾക്കും പെട്ടെന്ന്, അതായത് ഇഷ്ടമല്ലെങ്കിൽ പോലും, മധുരം ഇഷ്ടമല്ലെങ്കിൽ പോലും അവർ അന്വേഷിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു കാര്യം കോഴിക്കോടൻ ഹലുവയായിരിക്കും. ഇപ്പം പച്ചമുളക് പറഞ്ഞതുപോലെ അങ്ങനെ കുറേ ഐറ്റംസ്, പ്രത്യേകിച്ച് പച്ചമുളക് പിന്നെ നമ്മൾ കഴിക്കുന്ന ഒരുപാട് ആളുകൾ അന്വേഷിച്ച് വരുന്ന, അല്ലെങ്കിൽ ഒരുപാട് പേര് വാങ്ങുന്നത്. ഇപ്പോൾ എസ്എം സ്ട്രീറ്റിൽ വന്ന് പോവുകയാണെങ്കിൽ നമ്മൾ എന്തായാലും ഉറപ്പായിട്ടും വാങ്ങിയിട്ട് പോകുന്ന ഒരു ടൈപ്പ് ഹലുവയാണ് ഈ പച്ചമുളകിൻ്റെ ഹലുവ. പിന്നെ എരിവ് ഇഷ്ടമുള്ള ആളുകളും കുറച്ച് മധുരം കഴിക്കാൻ, എന്നാലും പച്ചമുളകിൻ്റെ ഹലുവ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മളിപ്പം ഇവിടെ നമ്മൾ 20-ലധികം ഹലുവ ടേസ്റ്റ് ചെയ്തു, ഹലുവകൾ കണ്ടു. പക്ഷേ അതായത് ഇപ്പോൾ കോവിഡ് സാഹചര്യം ആയതുകൊണ്ട് വ്യത്യാസം വന്നതാണെന്ന് പറയണേ. നേരത്തേക്ക് ഇവിടെ 40-ലധികം സാധനങ്ങൾ, അതായത് ഐറ്റം ഹലുവകൾ ഇവിടെ ലഭ്യമായിരുന്നു. അപ്പം നമ്മൾ ശങ്കരൻസ് ബേക്കറിയിൽ നിന്ന് നമ്മൾ ഇറങ്ങുകയാണ്. അങ്ങനെ ഒരുപാട് മധുരമുള്ള കാഴ്ചകളുമായിട്ട് കോഴിക്കോട് എക്സ്പ്ലോർ ചെയ്യുന്നത് തുടരുകയാണ്.